അപ്പോൾ ഇന്നിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ആദ്യം ഇതാ മീൻ കഴുകാൻ വേണ്ടി നിന്ന് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി മീനൊക്കെ കഴിച്ചിട്ട്, കാരണം ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ മീൻ കഴിച്ചിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന മീനിൻ്റെ അത്ര ടേസ്റ്റൊന്നും കാണില്ലല്ലോ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഡിസ്ചാർജായി വന്നപ്പോൾ തന്നെ ഞാൻ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ ഇന്ന് മീൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല മത്തിയും പിന്നെ എന്താ പൂമീനാണ് കിട്ടിയത്. അപ്പോൾ പൂമീൻ ഇതിന് മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നേ. അത് കാരണം ഞാൻ ഇന്നലെ കണ്ടപ്പോൾ തന്നെ പൂമീനും കൂടെ വാങ്ങിച്ചു. അപ്പോൾ രാത്രിയാണ് വാങ്ങിച്ചത്. രാത്രി ആയതുകൊണ്ട് തന്നെ മീൻ ഫ്രഷാണോ അതോ അഴുകിയതാണോ എന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വാങ്ങിച്ചത് കുറച്ച് അഴുകിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ടിരുന്നേ. അപ്പോൾ ഏട്ടൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, മീൻ വാങ്ങിക്കുമ്പോൾ അത് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വയ്ക്കണമെന്ന്. ഞാൻ മിക്കപ്പോഴും മറക്കാറുണ്ട് കേട്ടോ. അപ്പം മാത്രമല്ല സമയം കിട്ടാറില്ല. അങ്ങനെ ഇതാ ഇന്ന് ഞാൻ ഇട്ട് വെച്ച് കേട്ടോ, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട്. അങ്ങനെ ഇതാ ഞാൻ പിന്നെ ഈ പൂമീനില്ലേ അതും കൂടെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ച് അതിന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അത്ര പോരാ, മീൻ അത്ര ഫ്രഷ് അല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പൊരിച്ചെടുക്കാമെന്ന്. അങ്ങനെ അതിൻ്റെ തൊലിയൊന്നും എടുക്കാൻ പറ്റിയില്ല. തൊലി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചതയും എല്ലാം കൂടെ വരും കേട്ടോ. മീൻ അത്രയ്ക്ക് ഒരുമാതിരി ആയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അതിൻ്റെ ചെള്ളൊക്കെ എടുത്തിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഈ മീനിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കുറച്ച് അഴുകിയല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിലോട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തിയിൽ ഞാനിങ്ങനെ വച്ചിരുന്നു, അത് ഞാൻ പിന്നെ ഫ്രീസറിലോട്ട് മാറ്റിയേ. അതിനുശേഷം ഞാൻ ചീരത്തോരനും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ചീരയൊന്ന് കട്ട് ചെയ്ത് വച്ചിരുന്നു. പിന്നെ ഇത് ആ തോരനും കൂടെ ഞാൻ അടുപ്പിലോട്ടൊന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ മോക്ക് പിന്നെ ആവി പിടിക്കേണ്ട സമയമായി കേട്ടോ. അപ്പോൾ ഡോക്ടർ 2-3 ദിവസം കൂടെ ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെ ഇത് അവക്കും ആവി പിടിക്കാൻ കൊടുത്തിട്ടേ ഞാൻ പിന്നെ അടുക്കളയിലോട്ട് വന്നേ. അപ്പോൾ സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ ഞാൻ മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോൾ ഇന്നിതാ ഉച്ചയ്ക്ക് ആവശ്യമായത് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളേ, ബാക്കി രാത്രിത്തേക്ക് എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ ഇതാ മീനൊക്കെ ഒന്ന് ഫ്രൈ ആയപ്പോഴാ ചോറൊക്കെ കോരി കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് വാരി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ മീനൊക്കെ കഴുകിയതാണ്, ഞാൻ വേഗം ഒന്ന് കുളിച്ചിട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവൻ കേട്ടില്ല കേട്ടോ. അവന് ഞാൻ വാരി കൊടുത്തേ പറ്റും, അവന് തല കറങ്ങുന്നെന്ന് പറഞ്ഞ്. അങ്ങനെ ഇതാ ഞാൻ വേഗം അവന് ചോറും വാരി കൊടുത്തേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് പിന്നെ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ ഇതാ ചീരത്തോരനും പിന്നെ നമ്മുടെ മീൻ ഫ്രൈ ആയിരുന്നേ. അങ്ങനെ അവന് വേഗം ഒന്ന് വാരി കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.